എല്ലാവർക്കും നമസ്തേ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു പ്രത്യേക മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഒരു മീൻ പൊരിച്ചതിൻ്റെ പാചക രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സമയം കളയാതെ വീഡിയോയിലേക്ക് കടന്നാലോ? പുതിയതായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മിക്സിയുടെ ഡ്രൈ ജാറിൽ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷാക്കി എടുക്കാം. കൂടുതൽ അരഞ്ഞു പോകരുത് കേട്ടോ. ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. 4 ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. കളർ ചേഞ്ച് ആയി തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഒരു 7 ചെറിയ ഉള്ളി, 4 വലിയ വെളുത്തുള്ളി അല്ലി, ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. മീനിൻ്റെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, പകുതി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, എല്ലാം കൂടി മിക്സാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് 2 വലിയ അയലയാണ് എടുത്തിട്ടുള്ളത്. കഴുകി വെള്ളമയമൊക്കെ മാറ്റിയതാണ്. ഒന്ന് നന്നായിട്ട് തന്നെ വരഞ്ഞെടുക്കണം. ബാക്കി വന്ന മസാല നമുക്ക് മാറ്റി വെക്കാം. ഇതിന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. ശേഷം പൊരിച്ചെടുക്കാം. പാനിലേക്ക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചേർക്കാം. അല്പം കറിവേപ്പില ഒന്ന് ചേർക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. മീൻ കരിഞ്ഞു പോകരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. മീൻ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു വശം മൂത്ത് വന്നു കഴിഞ്ഞാൽ മറുവശത്തേക്ക് പതുക്കെ തിരിച്ചിടണം. മറുവശത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ആ സൈഡിൽ എണ്ണയിലേക്കൊന്ന് ചേർത്ത് വഴറ്റണം. എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഉള്ളിയൊക്കെ മീനിൻ്റെ പുറത്തായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ബാക്കി എണ്ണയിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇപ്പം വളരെ ലോയിൽ തന്നെ വെക്കണം കേട്ടോ. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വരണം. ഈ ഒരു കൂട്ട് മീനിൻ്റെ പുറത്തായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഒന്ന് തിരിച്ചു മറിച്ചു വിട്ട് ആ മീനിലെ ആ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. നല്ല ഒരു മണമാണിപ്പോൾ ഇവിടെ കേട്ടോ. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇതാ കണ്ടില്ലേ, ഈ സ്പെഷ്യൽ മസാലയിൽ പൊതിഞ്ഞ ഒരു അയല പൊരിച്ചതാണ്. മീനിൻ്റെ വേവും ഒക്കെ ഒരു കറക്റ്റ് പരുവമായിരിക്കണം. മസാലയും തേങ്ങയും ഒന്നും കൂടുതൽ കരിഞ്ഞു പോകരുത്, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എല്ലാ മസാലയും ആ മീനിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെ മണവും രുചിയും അത്രയ്ക്ക് സൂപ്പറാണ് ഈ മീൻ പൊരിച്ചത് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നില്ലേ? എനിക്ക് എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കണ്ടില്ലേ, ഇതിനി നമുക്ക് സെർവ് ചെയ്തെടുക്കാം. എനിക്കിന്ന് സ്റ്റീംഡ് റൈസും വെണ്ടയ്ക്ക കിച്ചടിയും കൂടാതെ നെല്ലിക്ക ഉപ്പിലിട്ടതുമാണ്. ഈ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതും കണ്ടു നോക്കണം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ മസാലയിൽ പൊതിഞ്ഞ പൊരിച്ചെടുത്ത മീൻ അടിപൊളിയല്ലേ? നെല്ലിക്കയും കിച്ചടിയും മീനും കൂട്ടി ഒരു പിടി. ഔട്ട് ഓഫ് ദ വേൾഡ് ആണ് കേട്ടോ. അത്രയ്ക്ക് സ്വാദാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ മീൻ പൊരിച്ച് നോക്കൂ, വളരെ സ്വാദിഷ്ടമാണ്. വീണ്ടും ഞാൻ പറയേണ്ടതില്ലല്ലോ. വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലേക്ക് വന്ന് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. മീൻ പൊരിച്ച് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. കറി വിത്ത് അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ അമ്മയുടെ എല്ലാ റെസിപ്പീസും ഈ ചാനലിൽ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സും എല്ലാം ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ അറിയിക്കുക. ആ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരിക. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും സീ യു, ടാറ്റ, ഗുഡ് ബൈ.